ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കുറ്റപത്രം സമർപ്പിക്കാൻ SIT അടുത്ത മാസം 3-ന് മുൻപ് കുറ്റപത്രം സമർപ്പിക്കും. ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ള പ്രതികൾക്ക് ജാമ്യം ലഭിക്കുന്നത് തടയാനാണ് SITയുടെ നീക്കം. VSC റിപ്പോർട്ട് ലഭിച്ചതോടെ കുറ്റപത്രത്തിന് തടസ്സമില്ലെന്നാണ് നിഗമനം. പോറ്റിക്ക് ജാമ്യം ലഭിക്കുന്നത് തടയാനാണ് നീക്കം. കട്ടളപ്പാളി കേസിൽ പോറ്റിയെ അറസ്റ്റ് ചെയ്തിട്ട് ഫെബ്രുവരി 3-ന് 90 ദിവസം പിന്നിടും. ദ്വാരപാലക കേസിൽ അറസ്റ്റ് നടന്നിട്ട് ഇന്നലെ 90 ദിവസം പിന്നിട്ടു. 90 ദിവസം കഴിഞ്ഞും കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ സ്വാഭാവിക ജാമ്യത്തിന് അർഹതയുണ്ട്. ഹരിമോഹനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഹരി, 10 വർഷത്തിൽ കുറയാത്ത ശിക്ഷയായിരിക്കും ഈ കുറ്റങ്ങൾക്ക് വിധിക്കാൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് തന്നെ 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ സ്വാഭാവിക ജാമ്യം കിട്ടി പുറത്തു വരും. പോറ്റിക്കും പത്മകുമാറിനും ഒക്കെ സ്വാഭാവിക ജാമ്യം കിട്ടി പുറത്തു വന്നാൽ അത് വലിയ രീതിയിൽ SITയുടെ അന്വേഷണത്തെ കുറിച്ചുള്ള ഒരു പൊതുജനാഭിപ്രായം മാറാനുള്ള സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിൽ ഇപ്പോൾ കുറ്റപത്രം വേഗത്തിൽ സമർപ്പിക്കാൻ ഒരുങ്ങുകയാണ്. യഥാർത്ഥത്തിൽ 2 കേസുകൾ ഉള്ളതുകൊണ്ടാണ് പോറ്റി ഇപ്പോൾ പുറത്തിറങ്ങാത്തത്. ഒറ്റ കേസേ ഉള്ളായിരുന്നെങ്കിൽ ഇന്നലെ 90 ദിവസം കഴിഞ്ഞു. ദ്വാരപാലക ശില്പപാളികളുടെ കേസിലെ അറസ്റ്റ്, കട്ടളപ്പാളി ഉള്ളതുകൊണ്ട് ഫെബ്രുവരി 3 വരെ സമയമുണ്ട്. ഇനി ഈ ചുരുങ്ങിയ 15 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം തയ്യാറാക്കാൻ കഴിയുമോ SITക്ക്? അരുൺ, നിലവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി 2 ജാമ്യാപേക്ഷകൾ നൽകിയിട്ടുണ്ട്. ദ്വാരപാലക കേസിലും കട്ടിളപ്പാളി കേസിലും ആണ് ജാമ്യാപേക്ഷകൾ നൽകിയത്. നാളെ കൊല്ലം വിജിലൻസ് കോടതി ഈ 2 ജാമ്യാപേക്ഷകളും പരിഗണിക്കുന്നുമുണ്ട്. പക്ഷേ നാളെ തന്നെ ഒരു വിധി ഉണ്ടാവില്ല. നാളെ SITയോട് ഇതിന്റെ റിപ്പോർട്ട് ആവശ്യപ്പെടും. SIT ഒരു 3-4 ദിവസമെങ്കിലും വൈകി മാത്രമേ റിപ്പോർട്ട് സമർപ്പിക്കുകയുള്ളൂ. പക്ഷേ അങ്ങനെ റിപ്പോർട്ട് സമർപ്പിച്ചാൽ ദ്വാരപാലക കേസിൽ പെട്ടെന്ന് തന്നെ ജാമ്യം, അതായത് സ്റ്റാറ്റ്യൂട്ടറി ബെയിൽ എന്ന് പറയുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതാണ് പ്രോസിക്യൂഷന്റെ തന്നെ ഒരു വിലയിരുത്തൽ. അതുകൊണ്ട് ദ്വാരപാലക കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അങ്ങനെ ഒരു ജാമ്യം, സ്വാഭാവിക ജാമ്യം ലഭിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. പക്ഷേ കട്ടിളപ്പാളി കേസിൽ 90 ദിവസം തികയാത്തത് കൊണ്ട് തന്നെ അതിന് ഈ സ്വാഭാവിക ജാമ്യം ബാധകമാവില്ല. ഫെബ്രുവരി 3-ന് മാത്രമാണ്, അതായത് നവംബർ 3-നാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അതുകൊണ്ട് കട്ടിളപ്പാളി കേസിൽ 90 ദിവസമാകുന്നത് ഈ ഫെബ്രുവരി 3-ന് മാത്രമാണ്. അതുകൊണ്ട് രണ്ടാമത്തെ കേസിൽ ജാമ്യം ലഭിക്കാത്തത് കൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജയിലിൽ തുടരേണ്ടി വരും. പക്ഷേ ഫെബ്രുവരി 3-ന് മുമ്പ് കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ ആ രണ്ടാമത്തെ കേസിൽ കൂടി ജാമ്യം ലഭിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പുറത്തേക്ക് വരാൻ കഴിയുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഫെബ്രുവരി 3-ന് മുൻപ് ആദ്യ കുറ്റപത്രം, അതായത് ഒരു പ്രാഥമിക കുറ്റപത്രം സമർപ്പിക്കാൻ വേണ്ടിയുള്ള നീക്കത്തിലേക്ക് SIT ഇതിനോടകം തന്നെ കടന്നു കഴിഞ്ഞു. VSC റിപ്പോർട്ടായിരുന്നു ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആ VSC റിപ്പോർട്ട് ലഭിച്ചതോടുകൂടി ഇനിയിപ്പോൾ കുറ്റപത്രം സമർപ്പിക്കുന്നതിന് മറ്റ് കാലതാമസമൊന്നും വേണ്ടതില്ല. ആദ്യം ഒരു പ്രാഥമിക കുറ്റപത്രവും ഫെബ്രുവരി 3-ന് ശേഷം പിന്നീട് മറ്റ് അധിക കുറ്റപത്രങ്ങൾ, അതായത് ABC എന്നുള്ള നിലയ്ക്ക് പല കുറ്റപത്രങ്ങളും സമർപ്പിക്കാൻ SITക്ക് കഴിയും. എന്തായാലും ഫെബ്രുവരി 3 എന്നുള്ള തീയതി ഒരു ഡെഡ് ലൈനായി വെച്ചുകൊണ്ടുള്ള പ്രവർത്തികൾ SIT ഇതിനോടകം തുടങ്ങി കഴിഞ്ഞു. അരുൺ, ഓക്കെ, വളരെ പ്രധാനപ്പെട്ട വിവരമാണ് ഹരി ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. ഫെബ്രുവരി 3-ാം തീയതി രണ്ടാമത്തെ കേസിലെയും രണ്ടാമത്തെ കേസും 90 ദിവസം പിന്നിടും. അറസ്റ്റ് ചെയ്തിട്ട് 90 ദിവസം പിന്നിടും. അങ്ങനെ വന്നാൽ 2 കേസിലും 90 ദിവസം പിന്നിടുന്ന സാഹചര്യത്തിൽ കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ പുറത്തിറങ്ങാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കുറ്റപത്രം സമർപ്പിക്കും. കുറ്റപത്രത്തിൽ വളരെ നിർണായകമായ ചില വിവരങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇനി 15 ദിവസത്തിനുള്ളിൽ ആ കുറ്റപത്രം സമർപ്പിച്ച് പരമാവധി പുറത്തു വരാതിരിക്കാനുള്ള നീക്കങ്ങളായിരിക്കും SIT നടത്തുക. കാരണം ഇപ്പോൾ സ്വർണ്ണക്കൊള്ള നടന്നു എന്നത് തെളിഞ്ഞു കഴിഞ്ഞു. VSCയുടെ ശാസ്ത്രീയ പരിശോധനാ ഫലവും അത് ശരിവെച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇനി കുറ്റപത്രം തയ്യാറാക്കാൻ വലിയ സാങ്കേതികമായ തടസ്സങ്ങളില്ല.